6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യ ദേവി. ഓരോ കുട്ടികളുടെയും ബവൽ ഹാബിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില കുട്ടികൾ എല്ലാ ദിവസവും മോഷൻ പാസ് ചെയ്യുന്നുണ്ടാവും. ചില കുട്ടികളാണെങ്കിൽ ഒരു ദിവസം 3 പ്രാവശ്യമൊക്കെ മോഷൻ പാസ് ചെയ്യുന്നുണ്ടാവും. ചില കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർ പാസ് ചെയ്യുന്ന മോഷൻ സോഫ്റ്റ് ആണെങ്കിലും അവർ മോഷൻ പാസ് ചെയ്യുമ്പോൾ കരയുകയോ അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഒന്നും കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റി ഒക്കെ നോർമൽ ആണെങ്കിലും നമ്മൾ വലിയതായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. പക്ഷേ അവർ എല്ലാ ദിവസവും പോകുന്നുണ്ട്, പക്ഷെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത്, ഭയങ്കര ഹാർഡായിട്ടുള്ള സ്റ്റൂളാണ്, അല്ലെങ്കിൽ അവർ മോഷൻ പാസ് ചെയ്യുമ്പോൾ വളരെ ഡിസ്ട്രെസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കോൺസ്റ്റിപ്പേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം അവരുടെ ഫുഡിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. അതായത് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നൊന്ന് മാറി നമ്മൾ ഫോർമുലയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾക്ക് ഇത്തരത്തിലൊരു കോൺസ്റ്റിപ്പേഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് അവരുടെ ഫുഡിൽ വലിയൊരു ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ട് സാധിക്കുന്നതല്ല അല്ലേ. കാരണം 6 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പതുക്കെ സോളിഡ് ഫുഡൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഒന്നും അവർക്ക് ഫൈബേഴ്സ് ഒന്നും അടങ്ങിയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും ബവൽ മൂവ്മെൻറ്റ്സും തമ്മിലൊരു റിലേഷനൊക്കെ ഉണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് തന്നെ നമുക്ക് കുട്ടികളിൽ ആപ്ലിക്കബിൾ ആക്കാം. സൈക്കിൾ ചവിട്ടുന്നത് പോലെയുള്ളൊരു മൂവ്മെൻറ്റ്സ് അവരുടെ കാലിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ കാലിൻ്റെ മുട്ട് അവരുടെ ചെസ്റ്റിലേക്ക് കുറച്ച് നേരം പിടിച്ചിട്ട് റിലാക്സ് ആക്കുന്ന പോലെ ചെയ്യുന്നതിലൂടെയൊക്കെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിലൂടെ കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം, അവരുടെ വയറിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വളരെ ജെന്റിലായിട്ട് നമ്മൾ ഇത്തരത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ബവൽ മൂവ്മെന്റ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടും കോൺസ്റ്റിപ്പേഷൻ ഓക്കെ ആയില്ലെന്നുണ്ടെങ്കിൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. ഉറപ്പായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കണ്ടിട്ട് വേണ്ട മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള കംപ്ലയിൻ്റ് ഒക്കെ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്.